എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 നവംബർ മാസത്തെ ധനുരാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ധനുരാശിയിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ അഥവാ 8-ൽ വ്യാഴവും 4-ൽ ശനിയും 3-ൽ രാഹുവും ഒക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ്. പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെന്ന് പറയാമെന്നുണ്ടെങ്കിലും ദോഷഫലങ്ങൾ കുറച്ച് ഏറിയിരിക്കുന്ന ഒരു കാലയളവാണ്. എല്ലാ കാര്യത്തിലും കുറച്ച് തടസ്സങ്ങളൊക്കെ നേരിടാനുള്ളൊരു സാധ്യത ഈ രാശിക്കാരെ സംബന്ധിച്ച് കാണുന്നുണ്ട്. വളരെയധികം മുൻകരുതലോടുകൂടി മുന്നോട്ട് പോയാൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും ഇവരെ സംബന്ധിച്ച് ഒഴിവാക്കാൻ കഴിയുന്നതും ആയിരിക്കും. എങ്കിലും വ്യാഴം ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് നേട്ടങ്ങൾ പ്രദാനം ചെയ്യുന്നതും ആയിരിക്കും. ഈ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് 12, 2, 4 എന്നീ ഭാവങ്ങളിലേക്കാണ്. 12-ലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി, 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യയത്തിൻ്റെ സ്ഥാനം, ചെലവിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ 12-ലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ഇവർ നേരിട്ടുകൊണ്ടിരുന്ന അധിക ചെലവുകളൊക്കെ ക്രമീകരിച്ചു കൊണ്ടുപോകാനും അതിലൂടെ സാമ്പത്തികമായ സ്ഥിരത കൈവരിക്കാനും ഈ രാശിക്കാർക്ക് കഴിയുന്നതും ആയിരിക്കും. 2-ലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുകയും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായിട്ട് പല നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയുന്ന ഒരു സമയമാണ്. കൂടാതെ വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെടുന്ന ഒരു സമയവും ആയിരിക്കും. 4-ലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മനക്ലേശങ്ങളൊക്കെ നേരിട്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടാനും സന്തോഷവും സമാധാനവും ഒക്കെ കൈവരിക്കാനുമൊക്കെ കഴിയുന്നതുമായിട്ടുള്ള ഒരു കാലയളവുമാണ്. എങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം ഈശ്വരാധീനത്തിന് ചെറിയ മറവ് ഉള്ളതുകൊണ്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളിൽ നിന്നെല്ലാം, അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദോഷങ്ങളിൽ നിന്നെല്ലാം മാറി സമാധാനവും സന്തോഷവും കൈവരിക്കാൻ സഹായിക്കുന്നത് ആയിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.